Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജെല്ലി ഫ്രൂട്ട് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ 3 ലെയർ ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു ഫ്രൂട്ട് ജെല്ലി ലെയറും, സെക്കൻഡ് ചവ്വരിയും പാലും കൂടെ ഉള്ള ഒരു ലെയറും, തേർഡിൽ വരുന്നത് റോസിന്റെ ഫ്ലേവറുള്ള റോസ് എസൻസ് ചേർത്തിട്ടുള്ള ഒരു ലെയറും ആണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ബേക്കിംഗ് അറിയാത്തവർക്കൊക്കെ ട്രൈ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ജെല്ലോ ഫ്രൂട്ട് കേക്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ചൈനാഗ്രാസ് ആണ്. ചൈനാഗ്രാസിന്റെ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം ഇതിനായിട്ട് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് അധികം വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു പാത്രത്തിൽ 5 ഗ്രാം ചൈനാഗ്രാസും ഒരു 3 ഗ്രാം വേറൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കുക. അപ്പോൾ ഈ 5 ഗ്രാമിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ഗ്രാമിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ചൈനാഗ്രാസിന്റെ പൗഡർ ആണെങ്കിൽ ഇങ്ങനെ കുതിരാൻ വെക്കേണ്ട ആവശ്യമില്ല. വെള്ളത്തിലേക്ക് നേരിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചവ്വരി ഒരുവിധം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ഇതിൻ്റെ മുകളിലായിട്ട്, തണുത്തതെന്ന് വെച്ചാൽ ടാപ്പിലുള്ള ആ വെള്ളം കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. എന്നിട്ട് ഇത് വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചൈനാഗ്രാസ് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ 5 ഗ്രാം ചൈനാഗ്രാസിലേക്ക് 2 കപ്പും 1 കപ്പ് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കണം. ആദ്യത്തെ ലെയറിൽ നല്ലതുപോലെ തന്നെ മെൽറ്റ് ചെയ്തെടുക്കണം ചൈനാഗ്രാസ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ചൈനാഗ്രാസും നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആ ഒരു 2-3 തവി ആദ്യം ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ബേസിൽ ലീഫ് എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ കിട്ടാനായിട്ട്. ഇനി ഇത് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ചൈനാഗ്രാസ് റൂം ടെമ്പറേച്ചർ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഇത് ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ, ഒന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ സെറ്റായി കിട്ടും. ഓറഞ്ച് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ആ സീഡൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളത്. ഫ്രൂട്ട്സൊക്കെ ഒന്ന് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ആ ചൈനാഗ്രാസിൻ്റെ മെൽറ്റ് ചെയ്തത് ബാക്കി കുറച്ചുണ്ട്. അതും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ, പുറത്തിരിക്കുമ്പോൾ തന്നെ ഒന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് അടുത്ത ലെയറിൽ ഒഴിച്ചു കൊടുക്കാം.
അടുത്ത ലെയറിൽ വരുന്നത് പാലും ചൗരിയും കൂടെ ഉള്ള ഒരു ലെയറാണ്. അപ്പോൾ ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. 2 കപ്പ് പാലെന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ പാലാണ്. ആ 3 ഗ്രാം ചൈനാഗ്രാസ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളത്തോടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊരു അടുപ്പിലേക്കാണ് വെച്ചിട്ടുള്ളത്. പാല് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ചവ്വരി വേവിച്ചതുകൂടെ പാലിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് വേവിച്ച് വന്നപ്പോൾ 1.5 കപ്പോളം ഉണ്ട്. ഇനി ഇത് ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചൈനാഗ്രാസ് കുറച്ചൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് മെൽറ്റാവാൻ നിൽക്കേണ്ട. പാലിലേക്ക് ഒഴിച്ചിട്ട് പാലിൽ കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടും. പിന്നെ കുറച്ചൊക്കെ മെൽറ്റാവാതെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ചൈനാഗ്രാസും പാലും ഒരേ ടെമ്പറേച്ചറിൽ തന്നെ ഉള്ളപ്പം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. മധുരം കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട്. ചവ്വരിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വാനില എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് ഇത് ചൂടോടെ തന്നെ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ലെയറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു സ്പൂണോ എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിൽ നിന്നൊരു പകുതി മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഒരു ലെയറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ പകുതിയിലേക്ക് ഞാൻ കുറച്ച് റോസ് എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിങ്ക് കളർ കിട്ടുകയും ചെയ്യും. ഒരു നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഒരു 5-6 തുള്ളി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പുറത്ത് തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു ചെറിയ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡിലൂടെ ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയിടാം. അപ്പോൾ ചൈനാഗ്രാസ് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. നന്നായിട്ട് തന്നെ ഒരു കേക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. മുകളിൽ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. മൂന്ന് ലെയറായിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ആ ചവ്വരിയുടെ ലെയറൊക്കെ ഒരു സ്റ്റോൺ വെച്ച പോലെ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ ഒരു ഇത് കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തണുപ്പോടുകൂടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ജെല്ലി ഫ്രൂട്ട് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.